ആരെങ്കിലും നമ്മളുടെ കൂടെ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വർത്താനം പറയാണ്ടെങ്കിൽ കുറച്ച് കെണിന്നോണൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞിട്ട് കുക്കിംഗ് ചെയ്യുമ്പോൾ വേഗ പണികളൊക്കെ തരും അല്ലേ. അപ്പം ഇന്ന് രാവിലെ പൂരി ആയിരുന്നു കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ അങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വല്യമ്മ അവിടെ അങ്ങനെ ഇന്ന് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഞാൻ കുറേ ആയി പരത്തിക്കൊണ്ടിരിക്കുന്നു. വല്യമ്മ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എത്ര എണ്ണമായി പോലും എണ്ണി നോക്കാണ്ട് ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്ര വലിയ അന്താരാഷ്ട്ര ചർച്ചയിലാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും. കുറ്റം പരദോഷണം പറഞ്ഞിട്ട് എത്ര എണ്ണമായി നോക്ക്. ഞാൻ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. തറവാട്ടിലെ ഏഴത്തിയമ്മമാരില്ലേ, തറവാട്ടിലൊരു പെണ്ണും കൂടെ കല്യാണം കഴിച്ചു 2-3 ഉണ്ടാവുമ്പോൾ ഇങ്ങനെ കുറ്റൊക്കെ എൻ്റെ വീഡിയോയിൽ വരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് കേട്ടോ എൻ്റെ കുടുംബക്കാർ മൊത്തം. അതുകൊണ്ട് ഞാൻ ആരും അറിയാണ്ടാണ് വീഡിയോ ഒക്കെ എടുക്കാറ്. അപ്പോൾ അതിനുശേഷം അവരെ എൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ അവരൊക്കെ ചീത്ത പറയും, ഒന്ന് പറഞ്ഞിട്ടൊക്കെ എടുത്തുകൂടെ, ഞാൻ കുറച്ചുകൂടി പോസ്റ്റ് ചെയ്ത് നിന്നാർന്ന് തന്നെ അങ്ങനെയൊക്കെ പറയൂ കേട്ടോ. ഞാനിങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ടാണ്. വല്യമ്മ അറിയാണ്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വല്യമ്മ ഞാൻ പറഞ്ഞതൊക്കെ വന്നോ ചോദിച്ചിട്ട് തന്നെ ഇടീന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ശേഷം പൂരിക്ക് മസാല കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എണ്ണയിൽ കുറച്ച് ജീരകമൊക്കെ ഇട്ട് കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഇങ്ങനെ മസാല കറിയിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഭംഗിയൊക്കെ എന്താ പറയുക വറുത്തെടുക്കുക, അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ തന്നെ അല്ലേ പറയുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം നമ്മളെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുതിയൊരു ബക്കറ്റാണ് കേട്ടോ. അപ്പോൾ പൂരിയൊക്കെ ഇവിടെ റെഡി ഉണ്ട്. നമുക്ക് ഇനി കഴിക്കാൻ പോവാം. മസാലക്കറിയും പൂരിയൊക്കെ ഞാൻ കൊണ്ടുവന്ന് വയ്ക്കട്ടെ. ഇപ്പം എൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു 3 കിലോ ഞാൻ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡൊക്കെ കുറച്ചാണ് കഴിക്കണുള്ളൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇതൊരു എക്സസൈസാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഒരു 5 മിനിറ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു മെഷീനാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. സ്പേസ് ഒന്നും അത്രയ്ക്ക് വേണ്ട, നമുക്ക് ഇലക്ട്രിസിറ്റി വേണ്ട. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. ഇന്നലെ 5 മിനിറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് കുറച്ച് 10 മിനിറ്റ് ചെയ്തു കേട്ടോ എക്സസൈസ്. ഇനി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവരൊന്ന് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഞാൻ രാവിലെ സ്മൂത്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഓട്സിൽ ഇത്തിരി പാലും പിന്നെ ഹണി പിന്നെ കുറച്ച് നട്ട്സ് പിന്നെ ഇതുണ്ടായിരുന്നു കേട്ടോ, ഗ്രേപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ലീലമ്മ, നിങ്ങളെ അന്വേഷിച്ചത് ഒരാൾ വന്നിരിക്കുന്നു. പഴയ സാധനമായിട്ട് ഞാനില്ലേ ഉള്ളൂ. ഇപ്പോ പിന്നെ മതിയോ? വരി, നിങ്ങളെ അന്വേഷിച്ച് വന്നിരിക്കണം. അത് ദാദാ കൊണ്ടേക്കോ. അമ്മയുടെ കുട്ടീനെ ആരും കൊണ്ടുപോയില്ല കേട്ടോ. പഴയ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ എടുക്കാൻ വന്നപ്പോൾ കറി മീൻകറിയൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ചെറുപയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതായിരുന്നു ഉച്ചയ്ക്ക് ചെറുപയറും കറിയും മീൻകറിയും മീൻ വറുത്തതൊക്കെ ആയിരുന്നു, അയലയൊക്കെ ആയിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറും അയലക്കറിയും മീൻ വറുത്തതും പിന്നെ ചെറുപയർ ഉപ്പേരിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് ആദ്യം കൊടുത്തതിന് ശേഷം ഞാൻ കഴിച്ചു. പിന്നെ വൈകുന്നേരം അവലും തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ട് അതും കട്ടനും കൂടിയിട്ടാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം. പിന്നെ വൈകുന്നേരം ഞങ്ങൾ വാക്കിങ്ങിന് പോയിണ്ടായിരുന്നു. ഞാനും അമ്മമ്മയും എല്ലാവരും കൂടിയിട്ട് വാക്കിങ്ങിന് പോയിണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ണി സൈക്കിൾ ഓടിച്ചിട്ട് മുമ്പേ പോയി. ഉണ്ണി വല്യച്ഛനും കൂടിയിട്ട് സൈക്കിൾ ഓടിച്ചിട്ട് പോവുകയാണ് കേട്ടോ. അവന് കുറച്ച് ജലദോഷമൊക്കെ ഉണ്ട്, എന്നാലും പാവം സൈക്കിളൊക്കെ ഓടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു പാടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ വെള്ളമൊക്കെ തുറന്നിട്ടപ്പോൾ ഞാനത് കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. ഇവിടെ വൈകുന്നേരം ഭയങ്കര നല്ലൊരു ഫീലാണ്. പാലക്കാടിൻ്റെ പ്രകൃതിയൊക്കെ ആസ്വദിക്കണം വെച്ചാൽ ഈ ഭാഗത്തേക്ക് കുറച്ച് വരണം കേട്ടോ. പിന്നെ ഞങ്ങൾ രാത്രി സൂപ്പർ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും ഉണ്ണിയും കൂടിയിട്ട് ഒളിച്ച് കളിക്കുകയാണ്. അവൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അവനെ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് പിന്നാലെ ഓടുകയാണ്.
എല്ലാവരും പാലക്കാടാണെന്ന് പറയുമ്പോൾ എല്ലാവരും പറയും, ഓ സൂപ്പർ സ്ഥലമാണ് പാലക്കാട് എന്നൊക്കെ തമിഴ് ആൾക്കാരൊക്കെ ഇങ്ങനെ പറയും കേട്ടോ, നല്ല രസമാണ് എന്നൊക്കെ ഞാൻ ലൈവിലൊക്കെ വരുന്ന ടൈമിൽ. അത് ശരിയാണ്, ഈ ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കൃഷി അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഇവിടെ നല്ല രസമാണ് പാലക്കാട്, ഞങ്ങളുടെ ഒരു ചന്ദ്രനഗറൊക്കെ കഴിഞ്ഞിട്ട് ആ ഭാഗത്ത് കേട്ടോ, അവിടെ നല്ല രസമാണ്. മലമ്പുഴയത്തെ മലകളും അതൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു പുതിയ റെസിപ്പി ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പം അങ്ങനെ ഞങ്ങൾ ചിക്കൻ മേടിക്കാൻ പോകുമ്പോൾ അവിടുത്തെ മാമ ഉണ്ണിക്ക് എപ്പോഴും ഒരു മിഠായിയും കൂടെ കൊടുക്കും കേട്ടോ. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഉണ്ണി. പിന്നെ സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ ഞാനൊരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇനി അത് ട്രൈ ചെയ്യണം. പക്ഷെ ഞാൻ പോകുമ്പോൾ തന്നെ ഉണ്ണിക്ക് കുറച്ച് പനീർ അതൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പനീറിൽ ഉപ്പുമുളക് മഞ്ഞപ്പൊടിയൊക്കെ ആയിട്ട് ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ട് ഞാനത് ഉണ്ണിക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തു കേട്ടോ. നമുക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് കേട്ടോ. എനിക്കിങ്ങനെ എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് പനീർ ഇഷ്ടം. അല്ലാണ്ട് കഴിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ എന്തോ ഇഷ്ടമല്ല. പനീർ തന്നെ ഇഷ്ടമായി തുടങ്ങിയത് ഇപ്പോഴാണ് കേട്ടോ. ഉണ്ണിക്കൊക്കെ ഇങ്ങനെ കൊടുത്ത് ഓരോരോ പരീക്ഷണങ്ങൾ ചെയ്യുമ്പോഴാണ് പനീർ ഇഷ്ടപ്പെട്ടത്. അതിന് മുമ്പ് ഭയങ്കര സോഫ്റ്റ് അല്ലേ ഇത്, അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ഇഷ്ടമാണ്. നമ്മുടെ പനീർ രണ്ട് സൈഡും ഒന്ന് കുറച്ച് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിയിട്ട് ഈ എണ്ണയിൽ തന്നെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. ഇതിൽ ബാക്കി വന്ന എണ്ണയിൽ നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ഇടാം. ഇനി ഉള്ളിയില്ലേ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ നമ്മൾ അരിയാണ്ട് ഇങ്ങനെ എടുക്കില്ലേ, അങ്ങനെ ആക്കിയിട്ട് ഇപ്പം ഇങ്ങനെ കാണുന്ന പോലെ അങ്ങനെ നമ്മൾക്കാക്കിയിട്ട് കുറച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് സോയാ സോസ് ഒഴിക്കാം. സോയാ സോസ് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് നമുക്ക് നമ്മളെ പനീറും കൂടി ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പനീർ ഇട്ട് ഒന്നാക്കിയത് നമുക്ക് വേഗം ഓഫ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ സോസൊക്കെ ഒന്നിങ്ങനെ അടി പിടിക്കും. അതുകൊണ്ട് വേഗം ഓഫ് ചെയ്യാം കേട്ടോ. ഗ്യാസ് ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ, നമ്മളെ റെസിപ്പി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈസിയാണ്, എന്നാൽ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പനീർ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എത്ര പനീർ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്കും എന്തായാലും സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ണിക്ക് അപ്പോൾ പനീറൊക്കെ കൂട്ടിയിട്ട് ചോറ് കൊടുത്തു കേട്ടോ. അതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു ഐറ്റം കണ്ടു. അപ്പോൾ അതിങ്ങനെ മേടിച്ചു എന്ന് ഞാൻ ഇങ്ങനെ പിസ്സയുടെ റെഡി ടു കുക്ക് ആയിട്ടുള്ള ഒരു പിസ്സയുടെ ഐറ്റം കണ്ടിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ വൈകുന്നേരം ഇങ്ങനെ പിസ്സ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ വെറുതെ സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ ഇത് കാണുകയും ചെയ്തു. അപ്പം തന്നെ ഞാൻ മേടിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ കുറച്ച് പീസസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അതൊന്ന് വേഗം ഓവനിൽ വെച്ചിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്തപ്പോഴേക്കും ഫുൾ ചീസി ആയിട്ടുള്ളതായിരുന്നു കൊണ്ട്. അപ്പം ഞാനങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും മേടിക്കണതിൻ്റെ അത്ര ടേസ്റ്റ് അല്ലെങ്കിൽ നമ്മളത് കുക്ക് ചെയ്യല്ലോ ഒന്നും കൂടിയും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പിസ്സ കഴിക്കാൻ തോന്നുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമായി. അപ്പോൾ കുറച്ച് ഒരു പീസ് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഫുള്ളായിട്ടോ. കണ്ടോ, ഫുൾ ചീസായതുകൊണ്ട് ചീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ പിസ്സയുടെ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ അങ്ങനെയല്ല, ചീസല്ല കൂടുതലായിട്ട്. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് ഫുള്ളായിട്ടോ. അപ്പോൾ വാട്ട് ഐ ഈറ്റിനയുടെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു മിനി വ്ളോഗ് പോലെ തന്നെ ആയില്ലേ. ഞാൻ എപ്പോഴും വാട്ട് ഐ ഈറ്റിനയുടെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്യുക. പക്ഷെ അതൊരു എൻ്റെ എന്തൊരു മിനി വ്ളോഗിലായിരിക്കും കേട്ടോ.
പിന്നെ അതിന് ശേഷം ഞാൻ ഫുൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഇപ്രാവശ്യം മേടിച്ചത് ഫുൾ ചിക്കനാണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അതെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ മസാലയൊക്കെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പി എന്തായാലും ഞാൻ നാളെ അപ്ലോഡ് ചെയ്യണതായിരിക്കും കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യേണ്ടതാണ്. തലേ ദിവസം തന്നെ മസാലയൊക്കെ ആക്കിയിട്ട് ചിക്കനിൽ ഫുള്ള് പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ റെസിപ്പിയൊക്കെ എന്താണെന്ന് അറിയണ്ടേ? അപ്പം നാളെ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഉണ്ണി നന്നായി